ഓർമ്മ നഷ്ടപ്പെട്ട് കൊച്ചിയിൽ അലഞ്ഞു നടന്ന സൂരജ് ലാമ മരിച്ചു. കളമശ്ശേരി HMTക്ക് സമീപത്തു നിന്ന് കണ്ടെത്തിയ മൃതദേഹം ലാമയുടേത് തന്നെയെന്ന് പോലീസ് ചില തെളിവുകൾ വെച്ച് ഉറപ്പിക്കുന്നുണ്ട്. DNA പരിശോധനാ ഫലം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സൂരജ് ലാമയുടെ പ്രിയപ്പെട്ട മകൻ സന്തോൺ ലാമ. നമ്മുടെ നാട്ടിൽ വന്നിറങ്ങിയ ഒരാൾ ചതുപ്പിലിങ്ങനെ മരിച്ചു കിടന്നെങ്കിൽ ആരെല്ലാമാണ് അതിനുത്തരവാദികൾ? വിശദമായി പരിശോധിക്കാം. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ ഒരു മൃതദേഹമുണ്ട്. അത് സൂരജ് ലാമയുടേതാണോ? DNA പരിശോധനയുടെ ഫലം വരാൻ മകൻ വേദനയോടെ കാത്തിരിക്കുന്നു. അത് സൂരജ് ലാമയുടേതാണെങ്കിൽ ആ മരണത്തിൽ നിന്ന് ഈ മെഡിക്കൽ കോളേജിനോ പോലീസിനോ കൈകഴുകാൻ കഴിയില്ല. കാരണം ലാമ ഈ നാട്ടിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതേ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയിരുന്നു. ഓഗസ്റ്റ് ആദ്യവാരം കുവൈത്തിലെ വിഷമദ്യ ദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട, മാനസികമായി പ്രയാസം നേരിട്ട സൂരജ് ലാമ എന്ന ബാംഗ്ലൂർ സ്വദേശിയായ 58 വയസ്സുകാരനെ വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് അധികൃതർ നാട് കടത്തി. സൂരജ് ലാമയുടെ സ്വന്തം നാടായ ബാംഗ്ലൂരിലേക്കല്ല, മറിച്ച് കൊച്ചിയിലേക്കാണ് വിമാനം കയറ്റിവിട്ടത്. ഒക്ടോബർ 5 ഓർമ്മ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി. ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. പിന്നെ ആ ഭാഗങ്ങളിലെല്ലാം അലഞ്ഞു നടന്നു. ബസ്സിൽ കയറിയെന്ന് ബസ് ഡ്രൈവർ സാക്ഷ്യപ്പെടുത്തുന്നു. ആരോ സൗജന്യമായി ചായ വാങ്ങി നൽകി. ഒക്ടോബർ 8 തൃക്കാക്കര വാർഡ് 1 റെസിഡൻസ് അസോസിയേഷന്റെ സ്ഥലത്ത് സൂരജ് ലാമ എത്തി. അവർ ഭക്ഷണവും വസ്ത്രവും നൽകി. റെസിഡൻസ് അസോസിയേഷൻ അറിയിച്ചതിനെ തുടർന്ന് തൃക്കാക്കര പോലീസ് എത്തി. പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ലാമ അവശനാണെന്ന് കണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് ആംബുലൻസിൽ പറഞ്ഞയച്ചു. പക്ഷേ ഒരു പോലീസുകാരനും കൂടെ പോയില്ല. ആംബുലൻസിൽ 5:30 മെഡിക്കൽ കോളേജിലെത്തിയ സൂരജ് ലാമയെ കുറച്ചുനേരം കിടത്തി ചികിത്സിച്ചിട്ടുണ്ട്. പിന്നീട് ആരും ശ്രദ്ധിക്കാത്തതിനാൽ 6:48 ആശുപത്രിയിൽ നിന്ന് ലാമ ഇറങ്ങി. ഇത്രയും CCTVയിൽ വ്യക്തം. പിന്നീട് എന്തു സംഭവിച്ചു? ആശുപത്രിയിൽ നിന്നിറങ്ങിയ ലാമ നടന്നു വന്നത് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ചതുപ്പിലേക്കാണോ? അതോ ഇതുവഴി നടന്നു പോയപ്പോൾ കാല് തെന്നി വീണതാണോ? NIA ഓഫീസിൽ നിന്ന് 500 മീറ്റർ മാത്രം അകലെയുള്ള ഈ കുറ്റിക്കാട്ടിൽ നിന്നാണ് 1.5 മാസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ നിന്ന് ലാമ ധരിച്ചു എന്ന് കരുതുന്ന ഒരു ഷോർട്സും സോക്സും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. സൂരജ് ലാമയുടെ മകൻ സാന്റൻ ലാമയുടെ വാക്കുകൾ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യന്റെയും നെഞ്ചു നീറിക്കേണ്ടതാണ്. തന്റെ അച്ഛന് എന്താണ് സംഭവിച്ചത്? ഒരാശുപത്രിയിൽ നിന്ന് രോഗി ഇറങ്ങിപ്പോയിട്ടും ഒരു വീഴ്ചയുമില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? If Ernakulam Medical College had not let my father go, we wouldn't be here. If they had to follow procedure, those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. I have a medical certificate from Kuwait government saying that no, this person is mentally challenged, he's gone, he's lost. How come Ernakulam, such a big medical college, say that no, he spoke from his own mouth and said no, let me go? How can that happen? It's not that I don't trust them. It's just that they have shown their lack of responsibility so far. It's called due negligence in English. സൂരജ് ലാമയെ കാണാനില്ല എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലും തുടർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് ഹർജിയും സാന്റൻ ലാമ കൊടുത്തു. തിരയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു. ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇതിലും കണ്ടെത്താനായിരുന്നില്ല. അതിനിടയിലാണ് മൃതദേഹം ലഭിച്ചത്. അച്ഛനെ ജീവനോടെ ഒരു നോക്ക് കാണാൻ സാന്റൻ ലാമ സമാനതകളില്ലാത്ത രീതിയിൽ കൊച്ചിയിൽ അന്വേഷിച്ചു. കണ്ടെത്താനായില്ല. ലഭിച്ച മൃതദേഹം സൂരജ് ലാമയുടേതാകരുതേ എന്നും എവിടെയോ അച്ഛനുണ്ടെന്നും ആ പാവം വിശ്വസിക്കുന്നുണ്ടാകാം. ഈ മകനോട് ഏത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് നമ്മൾ പറയും. ഒരാഴ്ചയ്ക്കുള്ളിൽ DNA പരിശോധനാ ഫലം വരും. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഒരാളെ കൊന്ന് ഇവിടെ കൊണ്ടിട്ടാൽ പോലും എന്തു പറയാൻ കഴിയും? ഈ കേസ് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞാൽ സുരക്ഷ എന്നൊരു അർത്ഥം കൂടിയുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിക്കേണ്ടി വന്നുവല്ലോ. VS രാഹുലിനൊപ്പം വിപിൻ C വിജയൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വിപിൻ C വിജയൻ ചൂണ്ടിക്കാട്ടിയതുപോലെ എത്രയെത്ര വീഴ്ചകളാണ് ഈ സൂരജ് ലാമയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് തിരോധാനത്തിനു ശേഷം
അതുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര വീഴ്ചകൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമയെ കുവൈറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അയക്കുന്നതിന് പകരം വിമാനം കയറ്റിവിട്ടത് കൊച്ചിയിലേക്കാണ്. അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന കാര്യം വ്യക്തമാണ്. അദ്ദേഹം അവിടെ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് ഇവിടേക്കോ പോയി തൃക്കാക്കരയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നു. നാട്ടുകാർ അദ്ദേഹത്തെ പോലീസിനെ വിളിച്ച് അറിയിച്ചതിനു ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെ നിന്ന് സൂരജ് ലാമ പിന്നീട് അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതാണോ ഈ മൃതദേഹം എന്നൊന്നും ഉറപ്പില്ല. അതുകൊണ്ട് സൂരജ് ലാമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അങ്ങനെ പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതുമില്ല. DNA പരിശോധനാ ഫലമൊക്കെ വരട്ടെ. ഈ കാര്യത്തിൽ ഏതായാലും വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പല പ്രേക്ഷകരും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോഹൻ പിലാത്തറ പറയുന്നുണ്ട്, അദ്ദേഹത്തെ കുവൈറ്റിൽ നിന്നും കയറ്റിവിട്ടത് കുടുംബത്തെ അറിയിക്കാതെയാണ്. അതിന് കാരണമെന്ത്? കൊച്ചിയിലേക്ക് വിടാൻ കാരണമെന്ത് എന്ന ചോദ്യമാണ് മോഹനൻ പിലാത്തറ ചോദിക്കുന്നത്. രവികുമാർ പറയുന്നുണ്ട്, സൂരജ് ലാമയുടെ മൃതദേഹം ഇങ്ങനെ ചതുപ്പിൽ വന്നു, ഫ്ലൈറ്റിൽ വന്നിറങ്ങിയത് മുതൽ CCTV ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് എന്ന കാര്യം വ്യക്തമല്ല. അതുപോലെ തന്നെ ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട്, അച്ഛൻ നഷ്ടപ്പെട്ട ആ മോൻ പാവം, ഹോസ്പിറ്റലിലുള്ളവർക്കൊരു ഉത്തരവാദിത്വവുമില്ലേ എന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. കുവൈറ്റിൽ സ്വന്തമായി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നയാളാണ് സൂരജ് ലാമ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഈ കേരളത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് അനാഥനായി മരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ അനാഥനായി അദ്ദേഹത്തെ കാണാതായി എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം പൂർണ്ണമായും ഈ പരിശോധനാ ഫലം വരെയെങ്കിലും അവസാനിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.